Hey guys, welcome to a പുതിയ വ്ളോഗ്. ഇന്ന് ഞാനും ഷുണ്ടാപ്പിയും കൂടെ ഒന്നിച്ചാണ് ഇൻട്രോ എടുക്കുന്നത് ഗൈസ്. ഇന്ന് വർഷയും ഞാനും കൂടെ വർഷയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചിക്കൻ ബിരിയാണി, എൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉമ്മ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും കണ്ണനും കൂടെ ചിക്കനും കുറച്ച് സാധന സാമഗ്രികൾ വാങ്ങാനായിട്ട് ഷുണ്ടുവിനെ കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഷുണ്ടു പോവാം. അമ്മ എന്ന് പറഞ്ഞു ഗൈസ്, അമ്മ ഷുണ്ടുവിന്റെ പിതാവ് ഇപ്പുറത്തെ സൈഡിലുണ്ട് സുഹൃത്തുക്കളെ. എന്റെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്ത കൂട്ടുകാരൻ കണ്ണൻ. ഞാൻ ബാലടക്കട്ടെ, സീറ്റ് ബെൽറ്റ് ഇടട്ടെ. കണ്ണ കുണ്ണാണോ എടാ, ഞാൻ ചിക്കൻ ഫ്രൈ വെക്കുന്നു, വർഷ ചിക്കൻ ബിരിയാണി വെക്കണം, നീ എന്തിനു വെക്കണം? ഓഹോ, ഭയങ്കര ടഫ് ടാസ്ക് ആണല്ലേ. അപ്പൊ നീ ബിരിയാണി തൊടൂല. അപ്പൊ പിന്നെ നീ സലാഡ് മാത്രം ഉണ്ടാക്കണ്ട. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ഉള്ളി സവാളയും കൂടെ നീ തൊലിച്ചാൽ മതി. ഉള്ളി സവാള അല്ലല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഒന്നും മിണ്ടണ്ട, അതിന്റെ ടാസ്ക് നിനക്കാണ്. ഇല്ലെങ്കിൽ നിന്റെ തലേ വരും. അല്ല വേണ്ട, നീ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പണി ഇടറാതണ്ടി. നിന്റെ തലയിൽ പണി ഞാൻ വരുത്തും. ആ സമയം കൃത്യമായിട്ട് ഞാൻ എടാ രണ്ട് സാധനം നിന്റെ അടുത്ത് പറഞ്ഞോളൂ, ബാക്കി ഫുള്ള് ഞാൻ ചെയ്തോളാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെത് ഞാൻ ഉണ്ടാക്കാം. തൊലിക്കണം നീ അതെന്തിനത്? അല്ലെ നമ്മളെ ചിക്കൻ കട കഴിച്ചാ ആ ബെസ്റ്റ് ചിക്കൻ മക വന്നിട്ട് ചിക്കന്റെ കട കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. തൊലിക്കും ഗൈസ്, എനിക്കറിയാം. ഞാൻ തൊലിക്കില്ല, നീ തന്നെ തൊലിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് വയ്യ കഴിച്ച്. ഞാൻ പേസ്റ്റ് വാങ്ങാന്ന് പറഞ്ഞു, 3 കൂടെ എന്നെ സമ്മതിക്കില്ല. ആദ്യം ഞാൻ പറഞ്ഞു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനെ കാട്ടി ടേസ്റ്റ്, ഐ മീൻ പേസ്റ്റ് ടേസ്റ്റ് അതിന് തന്നെ കുറച്ച് ടേസ്റ്റ് പറഞ്ഞാലും കുറച്ച് പണി കുറഞ്ഞ് കിട്ടും. ടേസ്റ്റ് വ്യത്യാസം. മറ്റേത് വെറുതെ ചുമ്മാ ഷോയ്ക്കും ഇടണം എന്ന് മാത്രമേ ഉള്ളൂ, വലിയ ഗുണമൊന്നും ഇല്ല, ടേസ്റ്റും ഇല്ല, മണവും. അപ്പൊ നമ്മള് ജിഞ്ചർ ഗാർലിക് വാങ്ങുന്നു, നീ തൊലിക്കുന്നു, ഞാൻ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നു. ആ വീടിന് നട ഉണ്ടോ? ആ വീട് ഞാൻ കാണിച്ചു. ഓക്കെ, എന്താ ഐശ്വര്യ ഇടുന്നവരാ ഫോൺ വെച്ചിട്ട് നോക്കണം. എടാ ഷുണ്ടു നിന്നെ പോലെ വരുന്ന ചുക്കാപ്പണി പിടിച്ചോണ്ടിരിക്കണം. ഞാൻ കണ്ട് അയ്യേ. ഞങ്ങള് ചിക്കൻ വാങ്ങിക്കട്ടെ ഗൈസ്. നമ്മള് അല്ല അത് മതിയടാ, അത് മതി 4.5 കിലോ ഉണ്ട്. അത് മതിയടാ, ചെറിയ പിഞ്ചു കോഴിയാണ് ടേസ്റ്റ്. 2 എണ്ണങ്ങൾ എടുക്കാം ഗൈസ്. ആ കോഴികൾ കവറിലായി സുഹൃത്തുക്കളെ. ഇനി നമുക്ക് പോവാം, ബാക്കി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. ആഹാ, ഇവിടെ വെളുത്തുള്ളിയുടെ കാര്യത്തിൽ തീരുമാനമായോ? ഞാനും കണ്ണനോട് വണ്ടി കിടന്ന അടിയായിരുന്നു, ആര് വെളുത്തുള്ളി തൊലിക്കുമെന്ന്. അത് കണ്ണായി. കുക്കിംഗ് ആരാണ് ചെയ്യുന്നത്? ഓഫ്, അതിന് മാസ് ഇന്റർവ്യൂ കൊടുക്കണോടാ. ഒരു മാസം ഇന്റർവ്യൂ കൊടുത്തേടാ. ഞാൻ വേണം കൊടുത്തോടാ. വീരാളി പൂപ്പാളി. ഇല്ല, നമ്മുടെ സ്വന്തം വർഷമാണ് സുഹൃത്തുക്കളെ ബിരിയാണി വെക്കുന്നത്. മുന്നാൾ വളിയും വീര. അങ്ങനെയാണടാ പാട്ട്, നീ പോയി കേട്ടു നോക്ക്. ഒന്നും പറഞ്ഞ് നിന്നെ ഏറെ കേരള നിർത്തുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഇല്ല. ഓക്കെ, ഞങ്ങൾ ഇനി കുക്കിങ്ങുകളിലോട്ട് കിടക്കട്ടെ. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഇന്ന് ആരും വാരി തരണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് തിന്നും. അല്ലേ മക്കളെ? അല്ലേടാ? അതാണ് കണ്ടാ സുഹൃത്തുക്കളെ, എൻ്റെ ചെറുക്കൻ ഒറ്റയ്ക്ക് തിന്നോണ്ടിരിക്കുകയാണ്. മൊത്തം എൻ്റെ കൊച്ചൊറ്റയ്ക്ക് തിന്നു. പിടിച്ചോ? ആ, ഗുഡ് ബോയ്. ഓക്കെ, കഴിച്ചോ. സുഹൃത്തുക്കളെ, എൻ്റെ ചിക്കൻ പൊരിയിൽ ആദ്യത്തെ മസാല ചേർപ്പ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നിന്റെ ഇതെവിടെ മസാല ചേർത്ത്? ആ, ഇത് വർഷയുടെ ബിരിയാണിക്കുള്ള ചിക്കനിൽ. അയ്യോ, തുറക്കാനില്ല. ഇതിൻ്റെ അകത്ത് മസാല എടുത്ത് തുറന്ന് കാണിച്ചു കൊടുത്ത മക്കളെ. വർഷ ഈ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി മസാല, പച്ച മസാല. എന്റേത് പഴുത്ത മസാല ആയിരിക്കും. ഇത് ചുവന്ന മസാല. എന്തായാലും മസാലയാണ്, ഞാൻ റെഡിയാക്കട്ടെ. ഓ, ഇത് മസാല കുറഞ്ഞു പോകും എന്നെന്റെ മനസ്സ് പറയുന്നു. കണ്ണനെ വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കൂട്ടി കൊടുക്കാം. 5 ദിവസം കൂട്ടൂല. അല്ല, എങ്ങനെ വർഷം എനിക്ക് വേണ്ട 5 ദിവസം. പക്ഷേ വർഷം പറഞ്ഞേ കേൾക്കും. എന്റെ പെങ്ങളെ ഞാൻ അവളെന്ന് പറഞ്ഞാൽ ചങ്കുമാണ്. എന്റെ ജീവനും ജീവാത്മാവാണ് അവള്. കൂട്ടി കൊടുക്കണോ? കൂട്ടി കൊടുത്താലും കൊടുത്തില്ലെങ്കിലൊക്കെ ഒരേപോലെയാണ്. ഞാനേ
നീ ഇതേ ഇങ്ങനെ നിന്നാ മതി, വെട്ടത്തിലെ മറ്റേ ആളുടെ പോലെ. അതാണ് നിനക്ക് ആ നിനക്ക് അതാണ് നല്ലത്. ഓ ചുമന്നിരിക്കണ ഫോൺ ഒഴിച്ച് ബ്ലഡ് കൊടുക്കണം കേട്ടാ. എന്തിനാടാ കൊടുത്തോളാം, എന്നാലും കൊടുത്തു നോക്കാം. ആക്യുറേറ്റ് ഉള്ള റിസൾട്ട് കിട്ടൂലെങ്കിലും കൊളസ്ട്രോൾ കുറയുന്നുണ്ടോന്ന് അറിയാലോ. ഇതിന്റെ വീഡിയോ എടുക്കണേ. ഓഫ് ചെയ്ത് ഞാൻ. സുണ്ടു ആരെ ഏറ്റവും ഇഷ്ടം, കണ്ണനെയാണ് അമ്മേനെയാണ്? ആ ഒരുമത്താ സുണ്ടു അമ്മ പേടിപ്പിച്ച ആരെ ഇഷ്ടമാണെന്ന് പറയണമെന്ന് പറഞ്ഞമ്മ. ആ അങ്ങനെ പറയാൻ പറഞ്ഞല്ലേ. സുഹൃത്തുക്കളെ എന്റെ മസാല സെറ്റ് ആയിരിക്കുകയാണ്. വ്ളോഗ്. ഹലോ ഗായ്സ് അങ്ങനെ പറ. വായിൽ വിരലിടന്റെ തിരക്കത്തിലാണ്. ടോൺസിൽ നിന്ന് എന്തോ റിമൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ അത് തന്നെ, നിന്റെ അച്ഛൻ വെറും കോണാവായനാണ്. എടാ കണ്ണ നമ്മള് എന്ത് കോണാവായൻ എന്താണ് കുഴപ്പം? നിന്റെ കൊച്ചു തന്നെ നിന്നെ മണ്ടാന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. ടുണ്ടും മുണ്ടുണ്ടു എന്നുണ്ട്. നീ ടുണ്ടും മുണ്ടുണ്ടു ആണടാ. വെറും ടുണ്ടും മുണ്ടുണ്ടു ആണല്ലേ ഷുണ്ടു. ആ ടണ്ടപ്പാടിയാണ് അവൻ. അതെ. അപ്പൊ ഗൈസ് നമ്മള് മസാലയും പുരട്ടി വെച്ചിട്ട് നമ്മള് നീന്തലിന് പോവേണ്. ഷുണ്ടുവിന് നീന്താൻ കൊണ്ടുപോവേണ്. ആണ് അതെ, എലീറ്റ് സ്വിമ്മേഴ്സ് പുറകെ ഇരിപ്പുണ്ട്. സ്വിമ്മർ PP, സ്വിമ്മർ വർഷം. ഇന്നലെ പോയി സ്വിംവെയർ വാങ്ങി ഇതിനാണ് ഗൈസ്. നമ്മൾ ഡെക്കാത്തലോണിൽ പോയിട്ട് ഈടോ ചുണ്ട്രാപ്പി. നിനക്ക് അവൻ വലിയ സ്വിമ്മറാണ് ഗൈസ്. പിന്നെ ആവേശം കുറയുമല്ലേ? ഓനോ ഓക്കെ സ്വിമ്മിങ്ങിന്റെ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഇതാണ് ഇവരുടെ സ്വിമ്മിങ് പൂളിന്റെ ആ ഹൗസ് എന്ന് തോന്നാ കേട്ടാ ഗൈസ്. ഇതാണ് ഇവർ പഠിക്കുന്ന പൂള്. നമുക്ക് സുഹൃത്തുക്കളെ അത് കേറി കളിച്ച് കൊന്ന് ആളെ കൊന്ന്. ചെവിയല്ലേ മടങ്ങിയിരിക്കണ അവിടെ. ടൈറ്റായിട്ടാണ് ഇരിക്കണ്ടോ? ട്രെയിനറൊന്നുമില്ല, ഇപ്പൊ വെള്ളത്തിൽ തള്ളിയടിഞ്ഞ. ഓക്കെ സെറ്റാണോ? കട്ടപ്രോ ചെവി നിവർത്തി വെച്ചു വേണമെങ്കിൽ ഒന്ന് അല്ല ആണോ? ചെവിയാണ് അങ്ങനെ അടയാളെ. ഓക്കെ സെറ്റ്. ഇനി ഇവര് ചാറട്ടെ. എന്റെ ഷോർട്സ് ഇല്ലാത്തോണ്ട് ഞാൻ ഇറങ്ങണില്ല. കൊണ്ടുവരുമോ? നീ ഇറങ്ങണോണ്ടാ? ഇല്ലെങ്കിൽ നിനക്ക് ഷോർട്സ് എനിക്ക് നീന്താ അറിയാടാ. ഇവനെ നീന്തിക്കണം. ഞാൻ നീന്തിക്കണോ? അത് നീന്തിക്കാം. കിരീടം അണിയിക്കുന്നു. എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാലോ വലിച്ച് പൊട്ടിച്ചാലാ. കൈ മതി ദർശേ. ഇത് ഏതെങ്കിലും ഒരു മീമായിട്ട് ഇത് ഇവിടെ ചേർത്ത് ഒരുമിച്ച് ഇപ്പറത്തില്ല. ഇതില് ഞങ്ങളുടെ ബാക്കില് എഡിറ്റർ ഇതില് നമ്മുടെ ബാക്കിൽ അപ്പുറത്തെ പൂളുണ്ട് പോയി. ഇനി എഡിറ്റർക്ക് അടുത്ത പണി എല്ലാം പറക്കി വെള്ളത്തിലിട്ട് കേസ്. ഇതാരാടാ? ഡൈനോസറോ? ആ ഇതാണ് ഞാൻ വാങ്ങിച്ച തൊപ്പി. ഓ ആ നിന്റെ ശേഷാർന്നല്ലോ. പൂളിലിറക്കണ എന്തിനാ നീയൊക്കെ? വെള്ളത്തിൽ മുങ്ങ്. സുഹൃത്തുക്കളെ എന്താണ് പറക്കി എറിയണത്? സ്ട്രെച്ചിങ് ചെയ്യാണ് ഗൈസ്. ഗൈസ് എനിക്കൊരു ഷോർട്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ചു നേരം നീന്തിയിട്ട് വരാം.
നീന്തിട്ട് ഇതാ വരുന്നത്. വലിയ നീന്തക്കാരലാണെന്ന് പറഞ്ഞിട്ട് ഗൈസ് അവന് കയ്യിൽ വെച്ച് അടിച്ചിറക്കാൻ പോലും പറഞ്ഞിട്ടാ. ഇതെന്താ നീ പഠിക്കാത്തത്? എനിക്ക് ഈ സ്വിമ്മിങ്ങിൽ ഇപ്പം ഇതെനിക്ക് അറിഞ്ഞോളാ, ഫുട്ബോളിൽ എനിക്ക് ജംഗിളി അറിഞ്ഞോളാ, ഫുട്ബോൾ കളിക്കില്ലേ? എടാ പോടാ. അവിടെ ചെറുക്കൻ ഇപ്പോഴാണ് കേസ് വെള്ളത്തിൽ ഇറങ്ങിയത്. അവിടെ ഒരാള് മറ്റേ ഹൂപ്പിനകത്തൂടെ കിടപ്പുണ്ട്. പക്ഷേ പഠിച്ചത് കാണിച്ചോട്. ഗോഗിൾസ് ആണോ? ഇന്നലെ ഇന്നും കൊണ്ട് പിന്നെ ഞങ്ങളുടെ കുറച്ച് ട്രെയിനിങ് കൊണ്ട് വർഷം പഠിച്ചതാണ് വർഷം കാണിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, പോവണ്ടേ അങ്ങോട്ട്. കമോൺ കമോൺ. ആ അവള് ബേസിക്കായിട്ട് ഫ്ലോട്ട് ചെയ്ത് പോകാനായിട്ടുള്ള ഇത് പഠിച്ചു. ഇനി കൈയടിക്കാൻ പഠിക്കണം. ഇവരുടെ ഉപഗ്രഹമൊക്കെ പോകണമാണ് കാരണം അവള് പോകണമെന്നുള്ളത്. കൊള്ളാം കൊള്ളാം, ഗുഡ് 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 ഗേൾ. അടുത്തതായി സുഹൃത്തുക്കളെ PP 2 ദിവസം കൊണ്ട് പഠിച്ചാണ് കാണിക്കുന്നത്. ഓ അവള് യമഹയുടെ എഞ്ചിൻ വെച്ചാണ് കാണാൻ പോണത്. ആ കോച്ച് കണ്ണൻ. അങ്ങറ്റം വരെ പോകും ഞാൻ, അങ്ങറ്റം വരെ പോകും. 1 2 3 ഗോ. 1 2 3 ഗോ. 1 ഇപ്പൊ അങ്ങ് അറ്റം വരെ എത്തണമെങ്കിൽ പറഞ്ഞ സാധനം കണ്ട വാങ്ങിച്ചു തരുമല്ലോ. ഓക്കെ, പക്ഷേ അവസരമാണ്, മുതലെടുത്തോ. അല്ല ചവിട്ടി പൊക്കോട്ടെ എന്നാലും. 1 2 3 ഗോ. അങ്ങ് അറ്റം വരെ എത്തണമെന്ന വാശിയുമായി 2 പോരാളികൾ ഈ സ്വിമ്മിംഗ് പൂളിലൂടെ പോവുകയാണ് സുഹൃത്തുക്കളെ. വർഷ ഇഞ്ചോടിഞ്ച് അപ്പുറത്തെ സൈഡിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. PP പാതി വഴിയിൽ. ഓക്കെ, രണ്ടുപേരും എത്തിയില്ല. കണ്ണനത് 100% ഉറപ്പായിരുന്നു രണ്ടുപേരും എത്തൂലെന്ന്. കൺട്രാക്ട് വിടണ യോഗ്യാണ് നിർത്തം നിന്നിട്ട്. ഓക്കെ സുഹൃത്തുക്കളെ, ഒന്നുകൂടെ ചാൻസ് വേണമെന്ന് 2 മത്സരാർത്ഥികൾ അഭ്യർത്ഥിച്ച് പ്രമാണിച്ച്. ഓക്കെ 1 2000 രൂപയ്ക്ക് താഴെയുള്ള ഒരു സാധനം കണ്ട വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. അതെ അതെ അതെ. 1 റെഡി സെറ്റ് 1 2 3 ഗോ. കമോൺ കമോൺ സുഹൃത്തുക്കളെ, കമോൺ. അവര് ഇവിടെ എത്തുകയാണെങ്കിൽ മുക്കാൻ വേണ്ടി കണ്ട ഓടയാണ്. യെസ്, യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. പ്രാവശ്യം PP ആണ് കൂടുതൽ നീന്തിയത്. കമോൺ PP. 2000 രൂപയുടെ സാധനത്തിന് വേണ്ടി PP ജീവൻ മരണ പോരാട്ടമാണ് സുഹൃത്തുക്കളെ. യെസ് ജീവൻ പണയം വെച്ചാണ് PP. ശ്വാസം എടുത്ത അത് കുഴപ്പമില്ല, ഇങ്ങ എത്തിയാൽ. അതെ മകളെ, അപ്പൊ 2000 രൂപയുടെ സമ്മാനം നീ നേടിയിരിക്കുകയാണ്. ഓ കുറച്ചുകൂടാ സെറ്റാവും. അനങ്ങനുണ്ട്. സ്വിമ്മിംഗ് ക്രോണിക്കിൾസ് നീന്തി സെറ്റായിട്ട് വരാം. ടാറ്റാ, താങ്ക് യു കേട്ടോ. നല്ല ഫുള്ളായിരുന്നു ഗൈസ്. ഇതെന്തായിരുന്നു പേര്? സാൻഡി വാൾ അക്വ. ഓക്കെ, ആ നിൽക്കുന്നതാണ് സാൻഡി. ബൈ ബൈ സാൻഡി, ബൈ ബൈ. സുഹൃത്തുക്കളെ, നീന്തൽ പരിശീലനത്തിന് ശേഷം ടീം അംഗങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ചിക്കൻ പൊരിച്ചതും ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്ക് ഡയറ്റ് ആണ്, എനിക്ക് പുറത്തുനിന്ന് കഞ്ഞി കുടിക്കാമല്ലോ. നീ കഞ്ഞി കുടിച്ചോണം കണ്ണ, നീ കഞ്ഞി മാത്രമേ കുടിക്കാവൂ കേട്ടോ. ഇത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതിന് ശേഷം S25 അൾട്രയാണ്. ജസ്റ്റ് ഒരു പ്രാവശ്യം വെള്ളത്തിൽ ഒന്ന് വീണ്, അല്ലാതെ വെള്ളത്തിൽ വീഡിയോ എടുക്കാനായിട്ട് എടുത്തതല്ല. ഇതിന്റെ അകത്തൊക്കെ വെള്ളം കയറി, ക്യാമറക്കകത്ത് വെള്ളം കയറിയാണ് ഈർപ്പം എന്താണെങ്കിലും അകത്ത് വെള്ളം തുള്ളിയാ. ഓ ശ്വാസം എപ്പോഴും തള്ളക്കി വിളിക്കണ വെറുതെ അല്ല.
ഇന്ന് ഈ പെന്നിന്റെ അകത്ത് ഫുള്ള് വെള്ളം വരുന്ന എടുത്തപ്പോ ഈ ക്യാമറ ഇപ്പൊ വർക്ക് ആവണല്ലോ, ക്യാമറ ഫെയിൽഡ് എന്ന്. ഇതിനെ ഉണക്കാൻ വെച്ചേക്കണ ഒരു ബ്രാൻഡ് ന്യൂ S25 അൾട്ര കൊടുക്കാറുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല, കംപ്ലൈന്റ് ഒന്നും ഇല്ല, ഇതുവരെ തുറന്നു കിട്ടില്ല. നീ എവിടെ പോണാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാ? GP ഇറക്കാനുള്ള ക്യാമറ കാരണം അതാണ് കാര്യം. GP ഇറക്കാനുള്ള അത് ഡിറ്റക്ട് ആണ്, ക്യാമറ ആണല്ലോ. അയ്യോടാ ഗൈസ്, ബൈ ദ ബൈ ഇവൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവേണ്ട, കൊളസ്ട്രോൾ പോടാ. കാണ്ട ഗൈസ്, DDSന്റെ ഫ്രണ്ട് ഇരിക്കുകയാണ്. എടാ എല്ലാവരുടെ ഊഹം പറ, അവൻ എത്ര ഇത് കൊളസ്ട്രോള്? അവൻ 283 അന്ന് പറഞ്ഞത്, എനിക്ക് അറിഞ്ഞൂടാ. 380 ഞാൻ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് 283 തന്നെ. നമുക്ക് നോക്കാം. ഇല്ല, എനിക്ക് കുറച്ച് കുറഞ്ഞു കാണും അല്ലേ? എന്തായാലും 180 ആവൂലല്ലോ. അത്ര ആവൂല, പക്ഷെ ദിവസം കൊണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടാവും. കഴിക്കണില്ല. ആണോ? നോക്കാം സുഹൃത്തുക്കളെ, അവന്റെ ഇതിന്റെ റിസൾട്ട് വെച്ചിട്ടുണ്ടെന്ന് ചിക്കൻ ബിരിയാണി കൊടുക്കണോ വേണ്ടേന്ന് അറിയാനൊന്നും. കുറവാണെങ്കിൽ 2 പീസ് എക്സ്ട്രാ ചിക്കൻ പൊരിച്ച് അവരെ കൊണ്ട് ഞാൻ തീറ്റിക്കും. അനാവശ്യമായ ബെറ്റുകളൊക്കെ എടുത്തിട്ട് എന്തിനാ? കുഴപ്പമില്ല സുഹൃത്തുക്കളെ, എന്തായാലും ഒരു 50-60 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇവന്റെ തടി മീശ എടുക്കാനുള്ള തന്നെയാണ്. മുഖത്തിടാൻ ഗ്യാപ്പാ നിനക്ക് എന്തൊക്കെ വേണം? അത് കോർണിൽ കുളിച്ചിട്ട് ഇറങ്ങി തന്നെയാണ്, കുഴപ്പമില്ല. ഒരു സ്പൈഡർമാന്റെ മാസ്ക് വാങ്ങിച്ചിട്ട് കൊടുക്കാം അല്ലേ? നീ എവിടെയാടാ കയറി പോണത്? നീ എവിടെ കയറി പോണ? ആ പറ മൊത്തം അവൻ ബിസ്ക്കറ്റ് ആക്കി. എന്താടാ? സാംസങ് മാത്രല്ല, ഐഫോണും കുറവൊന്നുമല്ല. ഐഫോൺ വെള്ളത്തിൽ ഇറങ്ങിയില്ലല്ലോ. വെള്ളത്തിൽ ഇറങ്ങിയില്ല, ഇതാ ടെമ്പറേച്ചർ. അല്ല, അത് ടെമ്പറേച്ചർ വാർണിംഗ് നോർമൽ ആണ്ടാ. അതിന് ടെമ്പറേച്ചർ പറഞ്ഞ അടുപ്പിനോട് കൊണ്ടുവച്ചിരുന്ന. നീ അടുപ്പിൽ എവിടെ വെച്ചിരുന്നത്? വണ്ടിക്കത്തിരുന്നത്. ആണോ? ഇത് ഏത് ഐഫോണടാ? 13 Pro Max. ഓക്കെ. എല്ലാ ഫോണും കണക്കില്ല. നിന്റെ എനിക്കോട് നീയാണ് കുഴപ്പമെന്നാണ് തോന്നുന്നത്. നിനക്ക് എറണയില്ല. എന്നെ പറയാ ഐഫോൺ നീ കൊടുത്താ ബ്ലഡ്? കപ്പലിന്റെ കൊടുക്കാൻ എന്തു എനിക്കറിഞ്ഞൂടാ. വയ്യ കൈസ്, പോയി കൊടുത്തിട്ട് വരട്ടെ. കൈസ്, ഞാൻ ഒരു ഫേസ് വാഷും ഒരു സൺസ്ക്രീനും വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കണമൊക്കെയാണ്. കാട്ടുള്ളി തൈലം TP ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല, നമുക്ക് വേണമെന്ന് പറയാനുള്ളത് ഇപ്പൊ വാങ്ങിച്ചു കൊടുക്കാം. സുഹൃത്തുക്കളെ, സാമാൻ മിൽകയാ. ബ്ലഡ് കൊടുക്കാൻ പോയ വ്യക്തിയാണെന്തോ. TP നിനക്ക് വേണ്ടി ഒരു സാധനം ഞാൻ കൊണ്ടുവന്ന്, കാട്ടുള്ളി തൈലം. നീയല്ലേ പറഞ്ഞ നിനക്ക് മണപ്പിച്ചു നോക്കണോന്ന്. ഞാൻ ഷാസാണോ കൊടുത്തോ? മൂക്ക് അടഞ്ഞിരിക്കുകയാണെങ്കിൽ തുറക്കാനുള്ള ഒരു സാധനമാണ്. വലിച്ചു കിട്ടിയാ? കിട്ടിയിട്ട് മൂക്ക് തുറക്കും. മൂക്ക് തുറന്ന മക്കളെ. നല്ലതുപോലെ വലിച്ചു കരയാൻ പോണ്. അടുത്ത വർഷയ്ക്ക് എടുത്തോ, ഇങ്ങോട്ട് വാ. ആഞ്ഞി വലിയ അങ്ങോട്ട്. ഇല്ല അതാണ് മോശം. വെള്ളത്തിലൊക്കെ ഇറങ്ങിയതുകൊണ്ടേ കടഞ്ഞത് തുറക്കണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചത്. എനിക്കറിയാം, കാരണം നീയല്ലേ വലിച്ചിട്ടില്ലാത്തത്. എനിക്ക് വർഷ ക്യാമറ എടുത്തേടാ. ശരിക്കും വലിക്കണേ. കാട്ടുള്ളി തൈലം കാരണം ശരിക്കും വലിച്ചില്ല. ഓ, എവിടെ മോക്കാന്നിട്ട് വലിച്ചില്ലെന്നാ മൂക്കിലേ അത് പിടിച്ചിട്ടാണ് മൂക്കിൽ ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ എടുത്തിട്ട് നീ ഇപ്പൊ വലിക്കാൻ വലിച്ച വലി അല്ലടാ തെണ്ടി. ഓ ഇവിടെ എനിക്ക് കിട്ടി. ഓ മൂക്കില് തേച്ചാ
അയ്യോ എന്റെ കണ്ണ് തീർന്നത് പാട്ടി എന്റെ അന്തരാത്മാവിന് വരാ. എന്റെ കണ്ണ് നീറണം. വണ്ടി ഓടിക്കട്ടെ, ഞാൻ വണ്ടി ഓടിക്കുന്ന ആള്. എന്റെ മുഖ്യ തെറ്റാ എന്റെ കണ്ണ് തീർന്നു. അയ്യോ പക്ഷേ ഫോൺ അടിച്ചോ. അയ്യോ ഒരു വണ്ടി നിറച്ച ആൾക്കാരെ കരയാണ്. അയ്യോ എന്റെ കണ്ണിലൊക്കെ തേച്ച് തന്നിട്ട് ചിലത് എന്റെ മൂക്കിനെ ഓ എന്റെ കണ്ണി തേച്ചത് സുഹൃത്തുക്കളെ. കണ്ണു തെച്ചില്ല, കള്ളം പറയുന്നത്. സത്യമായിട്ട് കണ്ണു തെച്ചില്ലേ? എന്റെ പൊന്നു കേസ് ഞാൻ കണ്ണു വെച്ചിട്ടില്ല. ഇപ്പൊ ഭയങ്കര ഉപദ്രവം കേസ്. എന്റെ മൂക്കിനെ നീ വെച്ചോണ്ട് കുഴപ്പമില്ലേ? ഞാൻ നിന്റെ മൂക്കിൽ വെച്ചോളൂ, നീ എന്റെ കണ്ണിലാണ് തേച്ചത്. കണ്ണു തെച്ചില്ല സുഹൃത്തുക്കളെ. ബിബി മൂക്ക് തുറന്നാ. നോർമലി വലിക്ക് കുഴപ്പമില്ല എനിക്ക്. ആണല്ലേ? അതല്ലേ പറ, നീ എന്റെ മൂക്കിന്റെ അകത്ത് കുത്തി വെച്ചല്ലോ. നീ എന്റെ മൂക്കിന്റെ അകത്തോട്ടെടുത്ത് വെച്ചായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തത്. എന്റെ കണ്ണും എന്റെ പിമ്പിളും നീർന്നു സുഹൃത്തുക്കളെ. തരാ നില്ലേ. സുഹൃത്തുക്കളെ, തിരിച്ച് അടുക്കളയിലോട്ടെത്തി. അടുത്ത സവാള അരിയണ ഡ്യൂട്ടി തന്നേക്കാണ് എനിക്ക്. അവൾ അപ്പോഴത്തേക്ക് കുളിച്ചിട്ട് വരും. എന്നിട്ട് വേണം എന്തരടാ ഓണാവണില്ലേ? അടിച്ചു പോയാടേ. അങ്ങനെ പോവോ? കുറച്ചു നേരം വെറുതെ വെച്ചുതരാം. അത് ചൂടായിട്ടിരിക്കുകയാണ്. തണുക്കട്ടെ, അപ്പൊ സെറ്റ് ആവുമായിരിക്കും. സ്ട്രോബെറി വേണോ? ഓക്കെ, അപ്പോഴത്തേക്കും കുറച്ച് കുക്കിംഗ് പുരോഗമിച്ചിട്ട് വരാം ഗൈസ്. 3 മണിയായി. എൻ്റെ ചിക്കൻ ഇപ്പം മസാലയൊക്കെ പിടിച്ച് സെറ്റപ്പ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അളന്ന് വെച്ചേക്കണ വെള്ളം തന്നെയാണ്. ഓ, എത്ര കപ്പ് എടുത്തു? 6 കപ്പ് കുഞ്ഞു കപ്പാണ്. 5 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം. ഓക്കെ, അപ്പൊ റൈസ് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇത് ഇവര് ബിരിയാണി ഡം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ പൊരിച്ചോളാം. എന്റെ ഫോൺ എന്തായടാ? അതിപ്പോ മിന്നാമിന്നുണ്ട്. ഡിസ്പ്ലേ വരുന്നില്ലായിരുന്നു. ഇപ്പൊ വരുന്നു, അപ്പൊ വരുന്നു അണിയുന്നു. അങ്ങനെ ആണല്ലേ? അത് സെറ്റ് ആവുമായിരിക്കും സുഹൃത്തുക്കളെ. അല്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സാംസങ്ങിന്റെ ഷോറൂമിൽ പോകാം. കാരണം S25 ഇറങ്ങിയ സമയത്ത് അവരെനിക്ക് കൊളാബായിട്ട് തന്ന ഫോണാണത്. ആണോ? അപ്പൊ പിന്നെ 1 വർഷം ആയിട്ടില്ല ഈ ഫോണ്. ഓ, 1 വർഷം ആയിട്ടില്ല അല്ലേ? 1 വർഷം ആയിട്ടില്ല. ഇപ്പൊ S26 ഇറങ്ങിയല്ലേ ഉള്ളൂ. 1 വർഷം കൊണ്ട് ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ഫുള്ള് ഡിപ്പായി എന്നും പറഞ്ഞിട്ട്. അത് മറ്റേ എന്താ ഇത്? അല്ല, ഒരു വട്ടം ഫുള്ള് ഡിപ്പായെന്ന് പറഞ്ഞ അങ്ങനെ വരേണ്ടതാണ് അവിടെ. അങ്ങനെ വരണ്ടല്ല, ചിലപ്പം ഫോൺ വല്ലതും താഴെ വല്ലതും നോക്കുന്നുണ്ടോ? എഡ്ജസ് നോക്കിക്കോതാ, പ്യുവർ എഡ്ജ്. ഒരു സ്ക്രാച്ച്. ഈ ഫോൺ ഞാൻ പേഴ്സണൽ യൂസ് ചെയ്യാറില്ല. ഞാൻ ഷോപ്പിന്റെ മെസ്സേജ് മാത്രം നോക്കണ ഫോണാ. ഓ, എന്തായാലും വരട്ടെ, ഉണങ്ങട്ടെ. കുറച്ചു നേരം ഉണങ്ങുമ്പോഴത്തേക്ക് സെറ്റ്. അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ സുഹൃത്തുക്കളെ. തലകിളിക്കണല്ലേ? ഡേയ്, എവിടെ നിന്റെ കൊളസ്ട്രോൾ റിസൾട്ട് എവിടെ? 287 244. അതായത് ഏതാണ്ട് ബോർഡർ ലൈൻ എത്താറായി ഞാൻ. നീ ലെസ് ദാൻ 200 ആക്കണം. അങ്ങനെ അല്ലല്ലോ നീ ഇന്നലെ വരെ പറഞ്ഞത്. 180. ഡേയ്, ബോർഡർ ലൈൻ ഒന്നും അല്ല. ആ വീഡിയോ എടുത്ത് വേണേ ഇപ്പൊ കാണിച്ചു തരാം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഞാൻ 283 പറഞ്ഞത്. ഇന്ന് ഞാൻ ഫാസ്റ്റിംഗ് പോലെ എടുത്തു. അപ്പൊ 242 അങ്ങനെ ആയിരിക്കും സാധ്യതയുണ്ട്. എന്തായാലും കൊള്ളാം, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇനി ഇതിനെ 180 ആക്ക്. നീ ഇടക്കിടക്ക് 180 ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറയാൻ പാടാണ്. ആദ്യത്തെ ശ്രമിക്ക്. ഓക്കെ, എനിക്ക് 220 ഓൾമോസ്റ്റ്. ഇപ്പൊ എനിക്ക് 240 കാണും. അടുത്ത 200 താഴെയാണ്. ബോർഡർ ലൈൻ 200 to 240 ആണ്. ബോർഡർ ലൈനായി. സുഹൃത്തുക്കളെ, ഇതാണ് ബിരിയാണിയിൽ ഇടാനായിട്ടുള്ള ചിക്കൻ. പിപിയുടെ മുഖത്ത് ഒരു നിരാശ കാണുന്നുണ്ട്. നീ 2000 കൊടുക്കാനുള്ള ഗിഫ്റ്റ്.
ഇന്ന് തരാം കയ്യില് ക്യാഷ് എല്ലാം എടുത്തരാ. ക്യാഷ് അല്ലല്ലോ പറഞ്ഞേ. ഗിഫ്റ്റ്. ആ ഫോൺ അവിടെ വെള്ളത്തിൽ വീണ്ടും അടഞ്ഞിടപ്പുണ്ട് ഓണാവട്ടെ. രണ്ടായിരം സാധനം തരാന്നല്ലോ. 2000 സാധനം എന്താണ് 2000 രൂപ വില എന്തോ സാധനം വേണ്ടത്. എന്ത് സാധനം വേണ്ടത്? ആ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതല്ലേ ഞാൻ മര്യാദ തരാൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അവളുടെ മനസ്സിൽ. ആ അപ്പം സുഹൃത്തുക്കളെ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ പറയാം. എന്താടാ അവർക്ക് ബൈക്കിലെ പുതിയ എന്തോ ഗവൺമെന്റും നിങ്ങളായിട്ട് ചേർന്നൊരു സൈൻ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് എന്തോ ഒരു സാധനം അവർക്ക് 2000 രൂപ. ഓ സെറ്റ്, നല്ല തീരുമാനമാണ്. ഷെൽഫിലേക്ക് പുതിയ സാധനം വരുവാണ്. സുഹൃത്തുക്കളെ ഇതാണ് ചിക്കൻ. ഇത് ബിരിയാണിയിൽ ഇടുന്ന ചിക്കൻ, ഇത് ഫ്രൈ ചിക്കൻ. ഈ ചിക്കൻ നല്ല രീതിയിൽ വെന്തോണ്ടിരിക്കണം, നല്ല മണം വരണുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സവാളയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ മൂപ്പിക്കുകയാണ്, ബിരിയാണിയുടെ മേളി ഇടാനുള്ളത്. ഇതും കൂടെ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ വെച്ച് ചിക്കൻ പൊരിച്ചു തുടങ്ങാം. ഇവിടെ സൈഡില് സലാഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ക്ലീനിങ് പ്രോസസ്സ് സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തരടാ ഞാൻ വെക്കണ ചിക്കൻ ഫ്രൈ ആണ്ടാ കണ്ട. ഒരു കഷ്ണമൊക്കെ നിനക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അഭിമാനത്തോടു കൂടി നെഞ്ചു പിരിച്ച് നിനക്ക് ഒരെണ്ണം കഴിക്കാം. എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും ഒരു നന്ദി മാത്രമേ ഉള്ളല്ലേ. നടക്കട്ടെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എത്തുമ്പോ വരാം. എന്താ ഇതല്ലേ കളറ്? ഇതല്ലേ കളറ്? ആണല്ലേ? എന്തരടാ എടാ, ചിക്കൻ പൊരിക്കണ മൊത്തം ഞാനാണ്. ബിരിയാണി ഞാൻ പറഞ്ഞ അവളാണ് വെക്കണത്. അവിടെ പീപ്പി നിക്കണോണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് വലിഞ്ഞത്. പിടിക്കാം. പിടിച്ച് നീ കഴിയൂല ഗൈസ്. ഇത് എന്റെ കയ്യിൽ സെക്യൂർഡ് ആണ്. എനിക്ക് ഭ്രാന്താവാണ് ഗൈസ്. ഇങ്ങനെ വെച്ചിട്ട് എണ്ണ വാർത്ത് കളയാം. ഞാൻ താ പറഞ്ഞേ ഗൈസ്. ചിക്കനിലേക്ക് റൈസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആദ്യം ഒരു ലെഗ് ഇവിടെ നമുക്ക് ആരംഭിക്കാം. അങ്ങനത്തെ കാലം പൊരിച്ച് മാറ്റാം. ആഹാ, മുടങ്ങി സോഡ കയറ്റി കൊടുക്കാം. ഓഹോ, ഒഴുകിന മുളന്നു. ഗ്യാപ്പൂടെ ഉണ്ട്. തീ കൂട്ടിയിട്ടിട്ട് വേണം എപ്പോഴും ചിക്കനൊക്കെ പൊരിക്കാനിടാൻ. നീ ഇടപെടൂലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് അപ്പ പഠിപ്പിച്ചു തന്നതാണ്. എങ്കിൽ മാത്രം നല്ല മുരുമുരാന്ന് വരൂ. ഓഹോ, എണ്ണയിലിടാവൂ, അല്ലെങ്കിൽ അത് ഇതായി പോകും. ഇപ്പൊ ഈ സവാള ആയത് കണ്ട ഇതുപോലെ ആയി പോകും ചിക്കൻ. സവാള എനിക്കൊരു ചീത്തപ്പേരായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീ കണ്ടാക്ക് വന്നാ ഇതിപ്പോ സെറ്റ് ആവാൻ നോക്കിക്കോ. എന്താടാ എനക്ക് ഗൈസ് ദമ്മിട്ട് കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ദം. ഇവിടെ വ്യത്യസ്തമായ ദമ്മാണ് ഗൈസ്. ബൈ ദ ബൈ, ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ചിക്കൻ ഒരു മൂച്ച് പൊരിച്ച് അടുക്കി. ഞാൻ എന്നും ഉണ്ടാക്കണതിൻ്റെ അത്ര ടേസ്റ്റ് വന്നില്ല ഗൈസ്. മസാലയിൽ എന്തൊക്കെയോ ഒരു വ്യത്യാസം വന്ന പോലെ. എന്തായാലും ഈ റൗണ്ടൂടെ കഴിയുമ്പോഴത്തേക്കും ചിക്കൻ പൊരിപ്പം തീരും. സുഹൃത്തുക്കളെ, തുടങ്ങിയപ്പോൾ ലഞ്ചായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇതിപ്പോ എന്തിനാടാ? ഡിന്നറിനും ലഞ്ചിനും ഇടയ്ക്ക് ലന്നർ. അപ്പൊ നമ്മൾ തുടങ്ങിയത്. ദമ്മാരാ പൊട്ടിക്കുന്നത്? ബേബി ഐശ്വര്യമായിട്ട് പൊട്ടിച്ചോ. അയ്യേ, ഓ മണമുണ്ടല്ലേ? മണമുണ്ട് കേട്ടോ. ആക്ച്വലി നല്ല മണം കേട്ടാ. കൊള്ളാം അല്ലേ? എടാ അതെല്ലാം ടോക്കാടാണ്. നിന്റെ പ്ലേറ്റ് ഇങ്ങോട്ട് അത് ഗണപതിക്ക് കൊടുക്കണമെന്നാണ്. ഇങ്ങോട്ട് മണമൊക്കെ വരുന്നുണ്ട്. ആ പ്ലേറ്റ് അറക്കാൻ കൊടുക്കേണ്ടി വരും. അതിൽ വന്ന പീസ് മൊത്തം ബോൺലെസ്. ഓക്കെ, ഇത്രയും കഴിച്ചിട്ട് നമുക്ക് എടുക്കാം. ആർക്ക്? ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ അവർ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഉള്ളതേ പറയുള്ളൂ. ഉള്ളത് പറഞ്ഞായിരുന്നു. ഓക്കെ,
ആദ്യമേ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത്. അപ്പൊ ആരാദ്യം കഴിക്കുമെന്നുള്ള കൺഫ്യൂഷനിലാണ്. PP ആണ് ആദ്യം കഴിച്ചിരിക്കുന്നത് സുഹൃത്തുക്കള്. ഇഷ്ടപ്പെട്ടോ മക്കളെ? ഉള്ള അവിടെ അല്ല ഉള്ളത് പറഞ്ഞ് അത് ഞങ്ങൾ കഴിച്ചു നോക്കിയില്ല. കൊള്ളാമോ? സെറ്റ് മൊത്തത്തിൽ കലക്കി. ആഹാ അപ്രൂവ്ഡ്. അതെ, മൂന്നാമത്തെ പ്രാവശ്യം നിന്റെ ബിരിയാണി വിജയിച്ചടി. സെറ്റ്. കഴിക്കാൻ ഇനി. ഓ അവര് കഴിച്ച് തീരാറായി. അപ്പൊ നമുക്ക് കൂടെ കഴിക്കാമെന്ന്. കഴിക്കട്ടെ സുഹൃത്തുക്കളെ. നമ്മുടെ ബിരിയാണി, അതിനുള്ള സലാഡ്, പിന്നെ ചിക്കൻ ഫ്രൈ ആണോ? ശേ, അപ്പൊ പിന്നെ ഞാനിവിടെ കഴിക്കട്ടെ കേസ്. ഒരിക്കൽ കൂടെ നമ്മുടെ സംരംഭം വിജയിച്ചിരിക്കുന്നു. സംരംഭം അവളുടേതായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ ഞാനാണല്ലോ. നീ എന്നെ ടോക്കണത് നിന്നൊക്കെ ഞാൻ സമ്മതിച്ചു പറഞ്ഞോളിയാ. എന്ത് നിന്നെ പറ്റി നല്ലത് ഞാൻ പറയാൻ പാടുണ്ടാവും. അതെ, മകളെ ചിക്കൻ ഫ്രൈ കണ്ടല്ലോ. ചിക്കൻ ഫ്രൈ നല്ലതാ, ബിരിയാണി നല്ലതാ, എല്ലാ സലാഡും നല്ലതാ. എന്റെ സലാഡ് നിന്റെ സലാഡാ? അത് PP അല്ലേ ഉണ്ടാക്കിയ സലാഡ്? ഞാനും അവള് ഒന്നല്ലോ. എന്നാ പിന്നെ നീ തിന്നണ്ട, അവള് തിന്നാ മതി. ഒന്നല്ലേ അവള് കഴിപ്പെന്ന് ഇതുവരെ തല പൊക്കിയിട്ടില്ല. ഗൈസ്, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ബിരിയാണിയെ കഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി വരാം എന്നുള്ള പ്ലാൻ ഇരുന്നപ്പോഴത്തേക്കും ഇരുന്ന സമയത്ത് ഞാൻ പറയാം. ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനകത്ത് ഇങ്ങനെ പച്ച കളർ ഒരു 100 വരൾ ഒരുമിച്ച് മുകളിലേക്ക് പോകുന്ന പ്രതിഭാസമൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ സാംസങ് സർവീസ് സെന്റർ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പൂൾ സൈഡിൽ ഇരുന്നപ്പോ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വീണ് അപ്പൊ തന്നെ എടുത്തു. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും സൈഡിൽ കൂടി വെള്ളം കയറി കാണും സാറന്ന്. വാട്ടർ IP68 1.5 മീറ്റർ വാട്ടറിൽ 30 മിനിറ്റ് വരെ കിടന്നാലും സീനില്ല. ഇത് 30 മിനിറ്റ് 30 സെക്കൻഡ് കിടന്നില്ല. വെള്ളത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം എങ്ങാണ്ട് മുങ്ങിയുള്ളു കാര്യമായിട്ട്. എന്നുവെച്ചാ മുങ്ങി അപ്പൊ തന്നെ എടുത്തു. അത് 4 അടി ആഴമുള്ള പൂളാണ്. അത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നടാ. പോവാം. അപ്പൊ അവനെ കൊണ്ട് സർവീസ് സെന്ററിൽ പോയിട്ട് ബാക്കി എല്ലാ വരകളും ഞാൻ എന്റെ ശാസ്ത്രനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആളിയാ നീ അങ്ങ് എൻജോയ് പണ്ണുങ്കോ. ഓക്കെ, അപ്പൊ പോയിട്ട് ഗൈസ്, കണ്ണൻ സാംസങ് സർവീസ് സെന്ററിൽ എത്തിയിരിക്കുകയാണ്. എന്തൊരാണാന്തം ഗൈസ്. വീണ്ടും സാംസങ്ങിന്റെ ഷോറൂമിലല്ല സർവീസ് സെന്ററിൽ വന്ന്. കണ്ണൻ എന്തരായി? സർവീസ് സെന്ററിലെ ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാർ. പക്ഷേ ഫോണ് ഗുദാഹുവ. അതെ, ബോർഡ് കത്തിപ്പോയെന്ന് തോന്നല്ലേ? ബോർഡ് പോയെന്ന്. പക്ഷെ എനിക്ക് അറിയത്തില്ല അതിന്റെ അകത്തുള്ള നമ്മുടെ ഡേറ്റ കിട്ടിയാൽ മതിയായിരുന്നു. ഡേറ്റ കിട്ടൂലെന്നുള്ളത് 99.9% ഉറപ്പായി. ഡേറ്റാസ് ഫുള്ള് പോയി. ഇനി ആകെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോണ് കയ്യിൽ നിന്ന് ക്യാഷ് ആവാതെ റീപ്ലേസ് ആയി കിട്ടുമെന്നുള്ളതാണ്. കാരണം ബോർഡ് പോയി. ബോർഡ് മാറണമെങ്കിൽ 40,000 രൂപയാണ് ബോർഡിന്റെ വില. പിന്നെ ബോർഡ് മാറുമ്പോൾ അതിനോട് കുറെ കോമ്പൗണ്ട് എക്സ്ട്രാ മാറിയിട്ട് എല്ലാവരും 60,000-70,000 രൂപ മിനിമം ചിലവാകും. പക്ഷെ 70,000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്റ്റൻഡീവ് ഫിൽട്ടർ നമുക്ക് സെക്കൻഡ്സ് ബേബിയും മേടിക്കും. അളിയുടെ ടൈം നല്ല ബെസ്റ്റ് ടൈമാണ് സുഹൃത്തുക്കളെ. നിന്റെ വലിയ കുറവൊന്നുമില്ല. കാരണം എന്റെ ഡിക്കിക്ക് എന്തോ പറ്റി, നമുക്ക് സമയം ശരിയല്ലെന്ന് തോന്നടാ ഗൈസ്. എന്തൊരു പാടാണ് എന്തോ. അപ്പൊ ഇനി ഇപ്പം ഇവന്റെ മറ്റേ ബിസിനസിന്റെ ഒക്കെ വാട്സപ്പ് ഒക്കെ ഇതിന്റെ അകത്തായിരുന്നു. അപ്പൊ അതെല്ലാം ഇനി നീ പുതിയ ഫോണിലോട്ട് ആക്ക്. എന്നിട്ട് പെട്ടെന്ന് ഇത് തുടങ്ങാം ഗൈസ്. ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഞങ്ങള് നൈസ് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് വരാം. എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി കിടക്കാൻ പോണ് ഗൈസ്. നല്ലൊരു ദിവസമായിരുന്നു, എക്സെപ്റ്റ് ആ ഫോണ് പോയത്. ഇനിയിപ്പോൾ അത് ഒന്ന് റിപ്പയർ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും ഗൈസ്. കാരണം അവൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മൊത്തം അതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് നോക്കാം. തൽക്കാലം ഇന്നത്തെ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യുന്നു ഗൈസ്. കിട്ടില്ല ബിരിയാണി ആയിരുന്നു കേട്ടോ അതിനകത്ത്. എൻ്റെ ബ്യൂട്ടിഫുൾ സ്മോൾ ഡേ. അപ്പോൾ നല്ലൊരു ദിവസം പോട്ടെ ഗൈസ്. അത് കുഴപ്പമില്ല, ഷിറ്റ് ഹാപ്പൻസ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. അതൊരിക്കലും ബൈ ബൈ.